ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് രായരന്നല്ലൂർ മലമുകളിലാണ്. ഈ വരുന്ന ഒക്ടോബർ 18 ശനിയാഴ്ച തുലാമാസം 1 രായരന്നല്ലൂർ മലകയറ്റാണ്. നാരായണത്ത് ഭ്രാന്തന് ദുർഗാദേവി അനുഗ്രഹം കൊടുത്ത ദിവസവും മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ ട്രസ്റ്റുകാർ ഇവിടെയൊക്കെ വൃത്തിയാക്കി, മലമുകളൊക്കെ പുല്ലും മൊന്തയും പിടിച്ച് കിടക്കുക, ഇവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ പന്തൽ, ട്യൂബ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കാമെന്നാണ്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയാണ്. താഴത്തുനിന്ന് സ്റ്റെപ്പ് കയറി വരുന്ന വഴിയാണ്. ആയിരക്കണക്കിന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ മല മുകളിലെത്താൻ. നാരായണത്ത് മംഗലത്ത് ആമയൂർ മനയാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന താഴെയുള്ള ആ ട്രസ്റ്റുകാരാണ് ഈ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. ഇതിപ്പോൾ നമ്മളെ മലമുകളിലുള്ള ദുർഗാ ക്ഷേത്രമാണ്, ദുർഗാദേവിയുടെ ക്ഷേത്രമാണ്. നാരായണത്ത് ഭ്രാന്തന് ദുർഗാദേവി അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഇവിടെ പണിത ദുർഗാദേവി ക്ഷേത്രമാണ്. രാവിലെ മാത്രമേ പൂജ ഉള്ളൂ, രാവിലെ മാത്രമാണ്, വൈകിട്ട് ഈ അമ്പലം തുറക്കാറില്ല. ഈ കാണുന്നതാണ് നാരായണത്ത് ഭ്രാന്തൻ്റെ ശില്പം. ഈ ശില്പത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കാട്ടുകൂടുള്ള വഴിയുണ്ട്. ഈ ഒന്നാംതിപ്പടി ബസ് സ്റ്റോപ്പിൽ ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മലയിലേക്കുള്ള വഴി, ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ചെറിയൊരു വഴിയാണ്. ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ആണ് നമുക്ക് മലമുകളിലെത്താം, നടന്നു വരുന്നത്. ഇത് പട്ടാമ്പി കൊപ്പം വളാഞ്ചേരി ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ചെറിയ വഴി കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത്. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല,